യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉറപ്പേറിയ ജീവിതം, വ്യക്തമായ ജീവിത ലക്ഷ്യം, വ്യക്തമായ പ്രവർത്തന പദ്ധതി, പ്രോജക്റ്റ്, ഇതെല്ലാം യേശുവിൽ നാം കാണുന്നു. വയസ്സല്ല വിഷയം, ദൗത്യമാണ് വിഷയം. ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതാണ് ഓരോരുത്തരുടെയും ദൗത്യം. നമ്മളിവിടെ 90 കൊല്ലം ജീവിക്കുന്നതിനെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. എങ്കിലും 90 കൊല്ലവും കാര്യമായി സമൂഹത്തിനോ കുടുംബത്തിനോ സഭയ്ക്കോ ദൈവത്തിനോ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ഈ 90 എന്തിന്? എന്നാൽ സ്തേഫാനോസിനെ പോലെ 30-ാമത്തെ വയസ്സിൽ മികച്ച ദൗത്യം പൂർത്തിയാക്കി ശൗലെന്ന് പറയുന്നൊരു തീവ്രവാദിയെ സുവിശേഷകനാക്കി മാറ്റുന്നതിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് ഓട്ടം തികച്ചു പോയതുകൊണ്ട് നഷ്ടമുണ്ടോ? യേശു കർത്താവ് നല്ല യൗവനത്തിൽ പറയുന്നു, ഇപ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. ആമേൻ, ആമേൻ. നമുക്ക് ശരീരം വിട്ടാൽ പോകാനൊരു സ്ഥലമുണ്ട്. അത് പിതാവിൻ്റെ സന്നദ്ധിയാണ്, കർത്താവിൻ്റെ സന്നദ്ധിയാണ്. ഈ ഒരു ഉറപ്പ് ഈ വചനത്തിലൂടെ നമുക്ക് പ്രാപിക്കാം. എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന്, എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ സന്തോഷം, അതെ, നമുക്ക് തുടർന്ന് ഇതിനകത്തുനിന്ന് ചിന്തിക്കേണ്ടത് എൻ്റെ സന്തോഷം എന്ന വാക്കാണ്. കർത്താവിൻ്റെ സന്തോഷം, നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. കർത്താവ് എന്ത് കണ്ട് സന്തോഷിച്ചു, എപ്പോൾ സന്തോഷിച്ചു, എന്തിൽ സന്തോഷിച്ചു? നമ്മളൊക്കെ ചെറിയ മനുഷ്യരാണ്. നമ്മളൊക്കെ ഒരു വീട് കണ്ടാൽ സന്തോഷിക്കും, ഒരു പുഷ്പം കണ്ടാൽ സന്തോഷിക്കും, ഒരു കല്യാണ ശുശ്രൂഷ കണ്ടാൽ സന്തോഷിക്കും, ഒരു നല്ല വാഹനം കണ്ടാൽ സന്തോഷിക്കും, ഒരു നല്ല റോഡ് കണ്ടാൽ സന്തോഷിക്കും, പുഴ കണ്ടാൽ സന്തോഷിക്കും. ഇങ്ങനെ പല പല ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പം നിത്യതയുടെയും ദൈവരാജ്യത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും മികവുറ്റ സത്യം വിദ്യാഭ്യാസം കുറവുള്ള അപ്പോസ്തോലർക്ക് വെളിപ്പെട്ടല്ലോ എന്നോർത്തപ്പോൾ കർത്താവ് ആനന്ദിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതെ, ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ നമ്മുടെ കർത്താവ് സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അതെ, കർത്താവിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചത്. അത് നമ്മിൽ ഇരിക്കണമെന്ന് പറയുന്നതിനെ ദൈവം അനുവദിച്ചാൽ നാളെ ധ്യാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.